കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് വിളിക്കാമെന്ന് പറയണേ. അപ്പോൾ സുധീഷിനോട് വിളിക്കേണ്ടെന്ന് പറയും നമ്മുടെ നിധി. കാരണം സുധീഷ് പൊങ്ങച്ചേ പറയുള്ളൂ. അപ്പോൾ എന്താ പറയാൻ പോണെന്ന് നിങ്ങളൊന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് അതേ സ്വഭാവം തന്നെ എടുക്കും. സുധീഷിനോട് ഒന്ന് റിഹേഴ്സലൊക്കെ നടത്താൻ പറയുന്നുണ്ട് നിധി. അപ്പോൾ ആ നിധി അങ്ങനെ പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ പറയുന്നു, ഹലോ, എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് മാട്രിമോണിയിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ലേ? അങ്ങനെ ഭയങ്കര പൊങ്ങച്ചത്തിലൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, മതി മതി, ഇതുകൊണ്ടാണ് നിങ്ങളോട് വിളിക്കേണ്ടതെന്ന് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. ചേട്ടൻ എഞ്ചിനീയറാണ്, അനിയന്മാർ BA-ക്കും BTech-നൊക്കെ പഠിക്കുന്നവരാണ്, എനിക്ക് സ്വന്തമായി ട്രാവൽസ് ഏജൻസി ഉണ്ട്, അങ്ങനെയൊക്കെ പൊക്കി പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നറിയും. അപ്പോൾ നമ്മുടെ നിധി പറയും, ഹരീഷേ നീ വിളിക്ക്, നിനക്ക് ഇത്തിരി കൂടെ ഒരു ഇതുണ്ട്, വിളിക്കുന്ന സംസാരിക്കാൻ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഏട്ടത്തി എനിക്ക് പേടിയെന്ന് പറയും. അതിനെന്താ കുഴപ്പം, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി പറഞ്ഞപ്പോൾ, ഒരു കാര്യം ചെയ്യും, ഏട്ടത്തി വിളിക്കുന്ന പറയും. ഞാനോ എന്ന് ചോദിക്കും. അത് സാരില്ല, ഏട്ടത്തി വിളിക്കുന്നു പറയും. അപ്പോൾ നികേഷും കൂടി പ്രോത്സാഹിപ്പിക്കും. അപ്പം നമ്മുടെ സുധീഷും പറയും, അതെ അതെ താൻ വിളിക്കും, ഒരു പെണ്ണ് വിളിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ സംസാരിക്കും, നിനക്കൊക്കെ അതിനൊരു നാക്കുണ്ട്, അതുകൊണ്ട് നിധിയോട് വിളിക്കാൻ പറയുന്നു. എന്നാൽ പിന്നെ നിധി എന്നെ വിളിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷേട്ടൻ അങ്ങോട്ട് കയറി വരണേ. അപ്പോൾ സുഭാഷ് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയും. എന്തുകൊണ്ടല്ലോ, എന്താ മോളെ നിധി എന്ന് പറയും. ഒന്നുമില്ല ഏട്ടാ, ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ട് നിന്നതാണെന്ന് പറയും. അതെയോ, എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ നിധി എന്തായാലും സംസാരിക്കണേ. അപ്പോൾ നിധി ആദ്യം വിളിക്കും, എന്നിട്ട് ചോദിക്കും, ഞങ്ങളിങ്ങനെ സുഭാഷ് എന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് മാട്രിമോണിയിൽ നിന്നൊരു പരസ്യം കണ്ടിട്ട് വിളിക്കുന്നത്, നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചില്ലേ ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന് പറയും. ആണോ, ശരി, ഞാൻ എൻ്റെ ആളുടെ പേര് ബാലകൃഷ്ണൻ എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ആരാണ് സംസാരിക്കണതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ സുഭാഷിൻ്റെ അനിയൻ്റെ വൈഫാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷിന് ലോട്ടറി അടിച്ച പോലത്തെ ഒരു സന്തോഷമാണ് അത് കേട്ടപ്പോൾ. അംഗീകരിക്കുന്നുണ്ടല്ലേ മറ്റുള്ളവരോടെന്നൊക്കെ പറയും. എന്നിട്ടിങ്ങനെ മനസ്സിലിങ്ങനെ സന്തോഷം കൊണ്ട് ചിരിക്കും. അപ്പോൾ നികേഷും ഹരീഷും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഇവിടെ 4 ആമക്കളാണ്, അച്ഛനും അമ്മ അവരുടെ ചെറുതിലെ മരിച്ചു പോയി എന്ന് പറയും. സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ് എന്ന് പറയും. ആണോ, ഇവിടെ എനിക്ക് 2 പെൺകുട്ടികളാണ്, മൂത്താളെ വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തതാണ് കുട്ടി എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അച്ഛനില്ലേ എന്ന് ചോദിക്കും. അച്ഛനുണ്ട്, അച്ഛൻ പുറത്തൊരാവശ്യത്തിന് പോയേക്കണെന്ന് പറയും. അന്ന് അച്ഛൻ വരുമ്പോൾ വിളിപ്പിക്കുകയെന്ന് പറയും. എന്നാ വരുന്നതെന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ ഭാസ്കരനെ വിളിച്ച് അകത്തിരുത്തി കഴിഞ്ഞിട്ട് നിധി പറയുന്നു, അച്ഛൻ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയും. നിങ്ങൾ പോയി പെണ്ണ് കണ്ട് വന്നിട്ട് പിന്നെ ഞാനിനി എന്നിട്ട് പറയാനെന്ന് അറിയാൻ. അപ്പോൾ ഭാസ്കരനെ ആദ്യം പിണങ്ങണ്. കാരണം ഭാസ്കരൻ വിചാരിച്ച് ഭാസ്കരനോട് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഇവർ മാത്രം പോയി പെണ്ണ് കണ്ട് വന്നെന്നാണ് ഭാസ്കരൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ സുധീഷർ കണ്ട ഇങ്ങനെ കൊണ്ടൊന്നും പറ്റില്ല, വെറുതെ എന്ന് പറയും. എടാടാടാ നീ താഴ്ത്ത് നിൽക്കടാ, നീ എന്നെ ഭരിക്കാൻ നിൽക്കല്ലടാന്നൊക്കെ പറയും, നീ എൻ്റെ അച്ഛനൊന്നല്ലല്ല എന്ന് പറയും. അപ്പോൾ ഇതിന് ഹരീഷ് നികേഷും പറയും, അതെ ഇങ്ങോട്ട് ശരിയാവില്ല എന്ന് പറയും. അപ്പം നമ്മുടെ നിധിക്ക് ദേഷ്യം വരും. നിധി പറയും, മിണ്ടാണ്ട് നിങ്ങളോട് ഞാനാണ് പറയുന്നത്, മിണ്ടരുതെന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഇതിന് വീണ്ടും ഭാസ്കരൻ എന്താ പറയാൻ പറയും, അച്ഛനോടും കൂടിയാണ് ഞാൻ പറയുന്നത്, അച്ഛൻ മിണ്ടാണ്ട് നിൽക്കാൻ പറയും. എന്നാൽ ശരി പറയുമെന്ന് പറയും. അച്ഛൻ വിളിക്കണമെന്ന് പറയും. ഞാൻ പറയാം, അച്ഛൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിധി ഇങ്ങനെ റിഹേഴ്സൽ കൊടുക്കും. നമ്മുടെ നികേഷും നിധിയും കൂടി ആയിട്ടാണ് പരസ്പരം സംസാരിക്കുന്നത്, ചെക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും പോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നികേഷ് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നുണ്ട്. പറയും, അത് ശരി, ഇവൻ മഞ്ഞത്താവളരെ പോലെ ഇരിക്കുന്നേ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നന്നായി പറയാനറിയാമെന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ വിളിക്കുന്നു. ഭാസ്കരൻ ഹലോ എന്ന് പറയും. മൈ നെയിം ഈസ് ഭാസ്കരൻ എങ്ങനെ പറയുന്നു, വലിയ ഇംഗ്ലീഷ്, നല്ലതായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പോൾ അപ്പുറത്തുനിന്ന് തപ്പിപ്പഴ, കാരണം അപ്പുറത്ത് പെൺകുട്ടിയുടെ അച്ഛന് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത്, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് മാട്രിമോണിയിൽ നിങ്ങളൊരു പരസ്യം കണ്ടിരുന്നു, നിങ്ങളതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിച്ചത്, ഒന്ന് കാണണമല്ലോ കുട്ടിയെ നേരിട്ട്. അപ്പോൾ പറയും, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് ചോദിക്കും. അപ്പോൾ നാളെ കണ്ടാലോ എന്ന് പറയും. നാളെ വായോ എന്ന് പറയും. അപ്പോൾ ഞാനും എൻ്റെ മക്കളും മരുമോളും കൂടിയൊക്കെ വരുന്നുണ്ടെന്ന് പറയും. കാലത്ത് എൻ്റെ മരുമോൾ വിളിച്ച് നിങ്ങളോട് സംസാരിച്ചില്ലേ? സംസാരിച്ചിട്ടുണ്ടായെന്ന് പറയും. അപ്പോൾ ബാക്കിയൊക്കെ നേരിട്ട് കണ്ടിട്ടാവാന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ എങ്ങനെയുണ്ട് മോളെ സംസാരിച്ചതെന്ന് പറയും. അപ്പോൾ നിധി അങ്ങോട്ട് കൈയടിക്കും. നിധി മാത്രമല്ല ബാക്കി എല്ലാവരും കൈയടിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അച്ഛാ, ഇങ്ങനെ വേണം സംസാരിക്കാമെന്ന് പറയും. ഇത്രേ ഉള്ളൂ മോളെ, ഞാൻ എത്ര ബിസിനസ് നടത്തിയേക്കണേ, ഇത്രയും വലിയ ടാങ്കർ ലോറി ഓടിച്ചിട്ട് ലോകം മുഴുവൻ നടന്നിട്ടുള്ള ഞാനാണ്. അപ്പോൾ പറയാ ശരിയാണ്, അച്ഛന് നല്ല ഇതുണ്ട്, എന്താ പറയുക പരിജ്ഞാനമുണ്ട്, ഇംഗ്ലീഷ് എന്നൊക്കെ നിധിക്ക് കാര്യങ്ങൾ മനസ്സിലായി.
അതിനുശേഷം സുഭാഷ് വരും. സുഭാഷിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ സുഭാഷ് ഇങ്ങനെ എതിർക്കണ്, വേണ്ട, എന്തിനാണ് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയും. ഇതിനാ മോളെ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരായിരുന്നു, എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട, എന്നെപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ഇത്ര ധൃതി എന്നൊക്കെ ചോദിക്കും. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇതിന് മുന്നേ എത്രയോ തവണ ചേട്ടൻ പെണ്ണാണാൻ ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ ഒരു പെണ്ണില്ലാത്തതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞു പോയതൊക്കെ. ഇപ്പോൾ ഒരു പെണ്ണുണ്ട് ഈ വീട്ടിൽ, അപ്പോൾ ചേട്ടൻ്റെ വിവാഹം നടക്കണം എന്നറിയാം. അപ്പോൾ ഭാസ്കരൻ ഇതൊക്കെ കേട്ട് അപ്പുറത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിധിയും പറയും, അതെ ചേട്ടാ, ചേട്ടനൊരു ജീവിതം വേണം, ഞങ്ങൾക്കതൊരു സമാധാനമാണ്, അതെന്തായാലും വേണമെന്ന് പറയും. ഇപ്പോൾ സുനന്ദ ചേച്ചിയുടെ വിവാഹത്തിന് മുന്നേ നടത്തണം എന്നുണ്ട് ഹരീഷിൻ്റെയും നികേഷിൻ്റെയും തീരുമാനം. അപ്പോൾ ലാസ്റ്റ് എല്ലാവരോടും നിർബന്ധപ്രകാരം നമ്മുടെ സുഭാഷ് പിന്നെ ആരെന്ത് പറഞ്ഞാലും എതിർക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ശരി, ഞാനായിട്ട് തടയുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി ഏട്ടാ, ഏട്ടന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട എന്ന് നമ്മുടെ നിധി പറയുന്നത്. എന്നാൽ ശരി എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കുളിച്ചൊരുങ്ങി സുന്ദരനായൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധിനെ കണ്ടപ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കര വണ്ടടിച്ച പോലെ, നിധി താൻ സാരി കൊടുത്തിട്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അതിന് ചോദിക്കും, അതിനൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, ഏട്ടത്തി സാരി കൊടുത്തിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. താങ്ക്സ് എടാ എന്ന് പറയും. അത് ശരി, അപ്പോൾ അവന് മാത്രമേ ഉള്ളൂ താങ്ക്സ് ഒക്കെ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നു. എന്നിട്ട് സുഭാഷിനെ നമ്മുടെ അച്ഛൻ കളിയാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ പോലെ ചായ കുടിക്കാനല്ല പോണേ, കാര്യങ്ങൾ സംസാരിക്കണം കേട്ടോ, നല്ല രീതിയിൽ നല്ല സെറ്റപ്പിലൊക്കെ പോകണം എന്നൊക്കെ പറയുന്നു. എന്നാൽ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവരെ സ്വീകരിച്ചിരുത്താണ്. അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അവരെല്ലാവരെയും കൂടി വിളിച്ചിരുത്തി സൽക്കരിക്കണം. അപ്പോൾ ഓരോ മക്കളെയൊക്കെ നമ്മുടെ ഭാസ്കരൻ പരിചയപ്പെടുത്തി കൊടുക്കും. മൂത്തമോൻ സുഭാഷ്, സുധീഷ്, ഇങ്ങനെ നികേഷ്, ഹരീഷ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെൻ്റെ മരുമോള് നിധി എന്ന് പറയും. അപ്പോൾ എന്താ അനിയൻ്റെ വിവാഹം ചേട്ടൻ്റെ കഴിഞ്ഞേ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരനൊന്നും മറുപടി പറയാനില്ലല്ലോ. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിധിക്ക് ഇഷ്ടാവോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് ഭാസ്കരൻ അത് പിന്നെ എന്ന് മാത്രം പറയുള്ളൂ. പക്ഷെ നമ്മുടെ നിധി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിവാഹം കഴിച്ചു എന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ വീണ്ടും നമ്മുടെ സുധീഷിൻ്റെ മനസ്സിൽ ലഡുപൊട്ടി. അങ്ങനെ സുധീഷ് ഭയങ്കര സന്തോഷമാവണ്. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കണം. അപ്പോൾ പെൺകുട്ടിയൊക്കെ വരുന്നുണ്ട്. പെൺകുട്ടീനെ കണ്ട് നമ്മുടെ സുഭാഷിന് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടെയൊക്കെ ചായ കുടിച്ചൊക്കെയാണ് അവിടെ നിന്ന് പിരിയുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. തീരുമാനിക്കുക, ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പെണ്ണിൻ്റെ നമ്പർ സുഭാഷിൻ്റെ നമ്പർ പെണ്ണിനൊക്കെ കൊടുത്താണ് അവർ തിരിച്ചു പോരുന്നത്. പിന്നീട് അച്ഛൻ, എൻ്റെ ഏട്ടൻ്റെ വിവാഹം ഇങ്ങനെയൊക്കെ നമ്മുടെ ഏട്ടത്തിയോട് നിധി വിളിച്ച് പറയുന്നു. നിധി, നീ ഇപ്പോൾ ആ വീട്ടുകാരി ആയ പോലെ ഉണ്ടല്ലോ, നിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ഇങ്ങനെ അവരെ സ്നേഹിച്ച് തുടങ്ങിയാൽ നിനക്ക് അവിടെ നിന്ന് വിട്ടു പോരാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. പക്ഷെ നിധി അത് കാര്യമാക്കില്ല. നിധിക്ക് ഏട്ടത്തിന് ഉപദേശമൊന്നും നിധി സ്വീകരിക്കില്ല. കാരണം നിധി ഓൾറെഡി അവരുടെ ഭാഗമായി തീരണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിധി ഏട്ടത്തിൻ്റെ വാക്ക് മൈൻഡേ ചെയ്യണില്ല. അങ്ങനെ നിധി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മുടെ സുഭാഷ് പെണ്ണിനെ വിളിക്കുന്നുണ്ട്. പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പാവം ഇങ്ങനെ ആ പെൺകുട്ടിയെ അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് നാൾ വരെ നമ്മുടെ സുധീഷും നിധിയും ഇങ്ങനെ ശത്രുക്കളായി നിൽക്കുള്ളൂ. പിന്നീട് നിധി സുധീഷിനെ സ്നേഹിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ നിധിക്ക് ഒരു ജോലി ശരിയാവുന്നുണ്ട്. അവിടെ നിധി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന ഒരു ഭാഗമായിട്ട് നിധി ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോകണതായിരുന്നു. നല്ലൊരു ജോലിയായിരുന്നു അത്. ആ ലാപ്ടോപ്പിൽ നിധി അവിടെ കൊണ്ടുചെന്ന് ആ പ്രോജക്റ്റ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നിധിയുടെ ജോലി പോകുമായിരുന്നു. അപ്പോഴത്തേനും മാനേജരും മറ്റുള്ളവരൊക്കെ നിധിനെ വഴക്കൊക്കെ പറഞ്ഞ് ജോലി രാജിവെച്ചോളാനൊക്കെ പറയും. പക്ഷേ ആ സമയത്ത് നമ്മുടെ സുധീഷ് ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് നിധി പോയ ഓട്ടോ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ലാപ്ടോപ്പൊക്കെ കണ്ടെടുത്ത് നമ്മുടെ നിധിക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധി ആ പ്രോജക്റ്റ് അവിടെ അവതരിപ്പിക്കുകയും നിധിക്ക് അവിടെ ജോലി ശരിയാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിധി സുഭാഷിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശരിക്കും. അതോടുകൂടി നമ്മുടെ സുഭാഷ് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അവർ തമ്മിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ആവുന്നത് മനസ്സിൽ വൈരാഗ്യവും വിഷമമൊക്കെ മാറി ചെറുതായ രീതിയിലൊക്കെ അങ്ങോട്ട് മാനസികമായിട്ട് അടുക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ. പെട്ടെന്ന് തന്നെ അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലുണ്ടാവും. കാറ്റത്തെ കിളിക്കൂടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.